കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഭാഷേട്ടനെ പുതിയൊരു ജാതകം എഴുതിക്കാനായി ജ്യോത്സ്യന്റെ അരികിലെത്തിയിരിക്കുകയാണ് സുധീഷും ഹരീഷും. ജനിച്ച സമയം പറയാതെ ജാതകം എഴുതാൻ കഴിയില്ലെന്ന് ജ്യോത്സ്യർ പറയുമ്പോഴേക്കും സുധീഷും ജ്യോത്സ്യരെ നല്ലൊരു ജാതകം എഴുതണം എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഹരീഷും അവനെ തടഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് വേണ്ടത് നല്ലൊരു ജാതക, നിങ്ങൾ അതെങ്ങനെങ്കിലും ഒന്ന് എഴുതി തരണം, അതിനുള്ള കാശ് ഞാൻ തരും എന്ന് പറയുമ്പോഴേക്കും ജ്യോത്സ്യരും എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിലിപ്പോ എന്താ ഇത്ര ആലോചിക്കാൻ, നല്ലൊരു ജാതകം ഇങ്ങനെ എഴുതിത്താ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ജ്യോത്സ്യരും ഒരു ജാതകം എഴുതി ഹരീഷിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ എല്ലാ പെൺകുട്ടികളുടെയും ജാതകത്തിനൊത്ത് ചേരുമല്ലോ അല്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ ചേരും എന്ന് ജ്യോത്സ്യരും പറയുന്നുണ്ട്. ഇതിലെല്ലാ യോഗങ്ങളും ഉണ്ടല്ലോ അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും ഉണ്ട് എന്ന് ജ്യോത്സ്യരും പറയാണ്. ഇതിനിപ്പോ എത്രയാ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ 2000 രൂപ എന്ന് ജ്യോത്സ്യരും പറയുന്നുണ്ട്. 2000 രൂപയോ, ഇത്ര ചെറിയ പണിക്ക് 2000 രൂപയോ, കുറെ കാശ് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ സുധീഷ് പറയുമ്പോൾ കഴിയുന്നത് തന്നിട്ട് പോ പിള്ളേരെ എന്ന് ജ്യോത്സ്യരും പറയുന്നുണ്ട്. സുധീഷ് കീശയിൽ നിന്നും കുറച്ച് നോട്ടുകൾ എടുത്ത് ദാ ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് ജ്യോത്സ്യർക്ക് കൊടുത്തു പോവാണ്. പിന്നീട് പെൺവീട്ടുകാർ വരുന്ന വിവരം അറിഞ്ഞ് നിധി, നികേഷും സുധീഷും ഒക്കെ ആ കൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കുമ്പോഴേക്കും നികേഷ് അവിടെയൊക്കെ റൂം ഫ്രഷ്നർ അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് കുറച്ച് കസേരകളുമായി അങ്ങോട്ട് വരികയാണ്. വീട് നല്ല വൃത്തിയായല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഈ വീട് വൃത്തിയാക്കാൻ പറ്റുന്നതിന്റെ പരമാവധി ആയിട്ടുണ്ട് എന്ന് നികേഷും പറയാണ്. അല്ല, പെൺവീട്ടുകാർ വരുന്ന കാര്യം സുഭാഷ് ഏട്ടൻ അറിഞ്ഞിട്ടില്ല അല്ലേ എന്ന് നിധിയോടായി ചോദിക്കുമ്പോൾ ഇല്ല, വഴക്കു പറഞ്ഞാലോ എന്ന് കരുതി പറഞ്ഞില്ല എന്ന് നിധിയും പറയുന്നുണ്ട്. ഏട്ടത്തി പറഞ്ഞ വഴക്കൊന്നും പറയില്ലെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് നികേഷും പറയുന്നുണ്ട്. ഇത്തവണെങ്കിലും കല്യാണം നടന്നാൽ മതിയായിരുന്നു എന്ന് നിധി പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല, വരുന്ന കുടുംബക്കാരും പെൺകുട്ടിയൊക്കെ നല്ലതാണോ എന്ന് നോക്കണം, അല്ലാതെ ആർക്കെങ്കിലും ഒക്കെ പിടിച്ചു കൊടുക്കാൻ സുഭാഷ് ഏട്ടൻ എന്താ വെട്ടാൻ നിർത്തി പോത്തെങ്ങാനാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്, എങ്ങനെയെങ്കിലും കല്യാണം നടക്കണം എന്നല്ലേ പറഞ്ഞത്, ഏതെങ്കിലും ഒരു കുടുംബത്തെ പിടിച്ച് തലയിൽ കെട്ടിവയ്ക്കണം എന്നല്ലല്ലോ പറഞ്ഞത്, വെറുതെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാൻ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് നിധി ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷും തന്റെ ബൈക്കിൽ സുഭാഷ് ഏട്ടനുമായി അങ്ങോട്ടെത്താണ്. എന്താടാ കാര്യം, ഇനിയെങ്കിലും പറ എന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ അകത്തേക്ക് വന്നേ എന്ന് പറഞ്ഞ് ഹരീഷും അവനെ വിളിച്ചു കൊണ്ടുവരുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ അകത്തേക്ക് കയറി വന്ന് എല്ലാവരോടുമായി എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട്, സുഭാഷ് ഏട്ടൻ ഇവിടെ ഇരിക്കുക എന്നവരും പറയുന്നുണ്ട്. ഇവൻ സൈറ്റിൽ വന്ന് പെട്ടെന്ന് എന്നെ വിളിച്ചു വന്നപ്പോൾ ഞാനാകെ പേടിച്ചു പോയി, ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വിചാരിച്ചു എന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോൾ പറഞ്ഞു എന്ന് നിധി ഹരീഷിനോടായി ചോദിക്കുന്നുണ്ട്. ഇല്ല എന്നവൻ തലയാട്ടുമ്പോഴേക്കും എന്താടാ കാര്യം, എന്തിനാ എല്ലാവരും കൂടി എനിക്കിങ്ങനെ ടെൻഷൻ തരുന്നേ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം സുഭാഷ് ഏട്ടൻ ഈ കസേരയിലേക്ക് ഇരുന്നേ എന്ന് സുധീഷും പറയുന്നുണ്ട്. സുഭാഷ് കസേരയിലിരുന്ന് എന്താടാ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും നീ പറ എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും സുഭാഷ് ഏട്ടനെ ഞങ്ങളൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ആഹാ, അപ്പൊ പെണ്ണ് കാണാൻ പോകാനാണോ ജോലി സ്ഥലത്ത് നിന്ന് എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നത് എന്ന് സുഭാഷും ചോദിക്കാണ്. നമ്മൾ അങ്ങോട്ട് പോകണ്ട, അവരിങ്ങോട്ട് വരും സുഭാഷ് ഏട്ടാ എന്ന് നിധി പറയുമ്പോൾ എന്താ ഇത്, പെണ്ണ് ഇങ്ങോട്ട് വരുമെന്നോ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. പെണ്ണ് വരില്ല, പെണ്ണിന്റെ വീട്ടുകാർ വരും, എല്ലാം ഓക്കെ ആയാൽ നമ്മൾക്ക് പോയി കുട്ടിയെ കാണാം എന്ന് നിധി പറയുമ്പോൾ എന്താ മോളെ ഇതൊക്കെ, നീ ഇവന്മാരുടെ കൂടെ കൂടി ഇവരെ പോലെയായോ എന്ന് ചോദിക്കുമ്പോൾ പ്ലീസ് സുഭാഷ് ഏട്ടാ, അവർ പെട്ടെന്ന് കണ്ടിട്ട് പോയിക്കോളും എന്ന് നിധിയും പറയാണ്. അപ്പോഴേക്കും നികേഷും സുഭാഷ് ഏട്ടൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കൈകൊട്ടാണ്. അത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ കൈകൊട്ടുന്നുണ്ട്. ഒക്കെയാടാ ഇതൊക്കെ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുമ്പോൾ ആദ്യം നമുക്ക് ഈ ഡ്രസ്സൊക്കെ മാറി ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാം എന്ന് നികേഷും പറയുന്നുണ്ട്. മേക്കപ്പ് ഒന്നും വേണ്ട എന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോൾ എത്ര നിഷേധിച്ചാലും പെണ്ണ് കാണാൻ പോകുമ്പോൾ മേക്കപ്പ് ചെയ്ത് തരിക എന്നുള്ളത് എൻ്റെ അവകാശ, അത് നിഷേധിക്കരുത് എന്ന് പറഞ്ഞ് സുഭാഷിനെ വിളിച്ച് റൂമിലേക്ക് പോകുന്നുണ്ട് നികേഷ്. നോക്കി നിൽക്കാതെ ഇതൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യും എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഹരീഷും കസേരയെല്ലാം എടുത്തു വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛനും ഒരു പാട്ടും പാടിക്കൊണ്ട് അങ്ങോട്ട് വരികയാണ്. എന്തൊക്കെയാടാ ഇത് എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കാണ്, പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് സമയത്തിനുള്ളിൽ ആൾ വരും എന്ന് നിധി പറയുമ്പോൾ അതിന് എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. എന്റെ പൊന്നു നിധി, ഇങ്ങനെയോട് ഇതൊന്നും പറയണ്ട, ഇയാളിത് കൊളാക്കാനേ നോക്കൂ എന്ന് സുധീഷ് പറയുമ്പോൾ സുധീഷ് ഒന്നും മിണ്ടാതിരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനോടായി അവർ കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ എത്തും എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ അങ്ങോട്ട് പോയാണല്ലോ ചായയും വടയൊക്കെ കഴിക്കാറ്, ഇതെന്താ ഇപ്പൊ ഇങ്ങനെ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. വീടൊക്കെ കണ്ടിട്ട് തീരുമാനിക്കാമെന്ന് അവർ പറഞ്ഞു, വരുമ്പോൾ അച്ഛനും കൂടി ഇവിടെ ഉണ്ടായിരുന്നാൽ നന്നായിരുന്നു എന്ന് നിധി പറയുമ്പോൾ രാഹുകാലം കഴിയുമ്പോൾ അവരിറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സുധീഷും പറയുന്നുണ്ട്. കുറച്ച് നേരത്തെ വിവരം അറിയിക്കണ്ടേ എന്ന് അച്ഛൻ പറയുമ്പോൾ മുൻകൂട്ടി പറഞ്ഞ അനുവാദം വാങ്ങിക്കണമായിരിക്കും, ഇതൊക്കെ ശരിക്കും നിങ്ങളാ ചെയ്യേണ്ടത്, അതിനുള്ള താല്പര്യമില്ല ഗഡ്സും ഇല്ല, എന്നിട്ട് നേരത്തെ പറഞ്ഞ അനുവാദം വാങ്ങിക്കണം പോലും നിങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല, വരുന്നവർ ചോദിക്കല്ലോ എന്ന് കരുതിയിട്ടാ എന്ന് ഹരീഷ് പറയുമ്പോൾ എന്നാ പിന്നെ നിന്റെ തന്ത ചത്തുപോയി എന്ന് പറഞ്ഞാൽ പോരെ, അത് പറ്റുമോ, ഇല്ലല്ലോ, മര്യാദയ്ക്ക് സംസാരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് ഇറങ്ങിപ്പോവും എന്ന് അച്ഛൻ പറയുമ്പോൾ നിധിയും ദേഷ്യത്തോടെ അച്ഛൻ ആരെയാ ഇങ്ങനെ വരട്ടുന്നേ, അവർ വന്നു പോകുന്നവരെ വീട്ടിലുണ്ടാവണം അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഓഹോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് ശരി മോളെ, ഉത്തരവ് പോലെ തൽക്കാലം പുറത്തിരുന്നാൽ മതിയോ എന്ന് നിധിയോടെ ചോദിക്കുമ്പോൾ മതി എന്ന് നിധിയും പറയാണ്. അങ്ങനെ അച്ഛനും പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷിനെ റെഡിയാക്കിക്കൊണ്ട് ഹാളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നികേഷ്. ആഹാ കൊള്ളാലോ, കലക്കി എന്ന് ഹരീഷ് പറയുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് സുഭാഷ് ഏട്ടാ, ഇതെന്തായാലും നടക്കും എന്ന് സുധീഷും പറയാണ്. അപ്പോഴേക്കും പെൺവീട്ടുകാരുടെ കാറിന്റെ ഹോൺ അവർ കേൾക്കുന്നുണ്ട്. സുഭാഷ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ ഇപ്പോഴേ ഇറങ്ങണ്ട എന്നും പറഞ്ഞ് ഒരു കസേരയിൽ ഇരുത്തിക്കൊണ്ട് അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്.
എല്ലാവരും ഉമ്മറത്തെത്തുമ്പോഴേക്കും കാറ് മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അവർ പുറത്തേക്ക് ഇറങ്ങാത്തത് കണ്ട് എന്താ ഇറങ്ങാത്തെ എന്ന് നിധിയും സംശയത്തോടെ സുധീഷിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് സുധീഷും കാറിനടുത്തേക്ക് ചെല്ലാണ്. അവൻ കാറിലിരിക്കുന്ന ആളോട് എന്താ ഇറങ്ങാത്തെ എന്ന് ചോദിക്കുമ്പോൾ രാഹുകാലം കഴിഞ്ഞിട്ടില്ല, നല്ല സമയമാവണമെങ്കിൽ 4 മണിയാവണം, അപ്പോൾ ഇറങ്ങാം എന്ന് അയാൾ പറയുമ്പോൾ ശരിയെന്നും പറഞ്ഞ് സുധീഷ് നേരെ ബ്രോക്കറിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതെ, കാറിൽ നിന്ന് ഇറങ്ങാനേ സമയം നോക്കണ്ടു, വീട്ടിൽ കയറാനും സമയം നോക്കണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അവർക്ക് ഈ നേരം കാലം ജ്യോതിഷം ഇതിലൊക്കെ വലിയ വിശ്വാസ എന്ന് ബ്രോക്കറും പറയുന്നുണ്ട്. ഈ മുറ്റം വരെ വന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങാത്തത് എന്താ എന്നവൻ ചോദിക്കുമ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ മോനെ എന്ന് ബ്രോക്കറും പറയുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് അന്ധവിശ്വാസമാണ് എന്നും പറഞ്ഞ് അവൻ നിധിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താ കാര്യം എന്ന് അവൾ ചോദിക്കുമ്പോൾ അവനും കാര്യം പറയാണ്. പിന്നീട് 4 മണിയാകുമ്പോഴേക്കും എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ അവരെ സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്താണ്. ഇതാണോ ചെറുക്കൻ എന്നവർ ചോദിക്കുമ്പോൾ അതെ, ഇതാണ് ഞങ്ങളുടെ ചെറുക്കൻ എന്ന് സുധീഷിനെ ചൂണ്ടിക്കൊണ്ട് അവർ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ നേരം കാലം ജ്യോതിഷം ഇതിലൊക്കെ നല്ല വിശ്വാസ, ജാതകം ചേർന്നാലേ ഞങ്ങൾ കല്യാണത്തിന് സമ്മതിക്കൂ, അതുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ അവൾ അങ്ങ് ചെന്ന് നിൽക്കണ്ടെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ അപ്പൊ പെൺകുട്ടിയെ വന്ന് കണ്ടോളൂ എന്നവർ പറയുമ്പോൾ ശരിയെന്ന് ഭാസ്കരനെ സമ്മതിക്കുന്നുണ്ട്. ഇത് പത്തനാപുരം പത്മനാഭ പണിക്കർ, ഞങ്ങളുടെ കുടുംബ ജ്യോത്സ്യനാ. പണിക്കരോട് പറഞ്ഞിട്ടേ ഞങ്ങൾ എന്തോ തീരുമാനിക്കാറുള്ളൂ, അതാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടുന്ന് തന്നെ ജാതകം നോക്കി വേണ്ട കാര്യം തീരുമാനിക്കാന്ന് കരുതി എന്നവർ പറയുമ്പോൾ വീട് പഴയതാണെങ്കിലും വാസ്തു നല്ലതാ എന്ന് പണിക്കരും പറയുന്നുണ്ട്. പയ്യന്റെ ജാതകം തരികയാണെങ്കിൽ നോക്കായിരുന്നു എന്ന് പണിക്കർ പറയുമ്പോൾ ഇപ്പൊ എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞ് സുധീഷു അകത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് നിധി പറയുമ്പോൾ ഇപ്പൊ വേണ്ട മോളെ, കുറച്ച് കഴിയട്ടെ എന്ന് പെൺകുട്ടിയുടെ അമ്മയും പറയാണ്. ജാതകം മാത്രമായിരുന്നു വേണ്ടുന്നതെങ്കിൽ ഞാൻ കൊണ്ടുതരായിരുന്നു എന്ന് സുധീഷ് പറയുമ്പോൾ അത് മാത്രം പോരല്ലോ, വീടിന്റെ വാസ്തു, രാശി, സ്ഥലം എല്ലാം നോക്കണം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നത് എന്ന് പെണ്ണിന്റെ അച്ഛനും പറയുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് ചേരുന്നില്ലല്ലോ, ജാതകം പുതിയത് എഴുതിയതാണോ എന്ന് ജ്യോത്സ്യർ ചോദിക്കുമ്പോൾ അത് പിന്നെ പഴയ ജാതകം കാണാതായി, അതുകൊണ്ട് പുതിയത് എഴുതിച്ചതാ എന്ന് സുധീഷും പറയുന്നുണ്ട്. ആരെഴുതിയതാ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അത് പിന്നെ ഇവിടെ അടുത്തുള്ള സദാശിവ പണിക്കർ എന്ന് സുധീഷും പറയുന്നുണ്ട്. ആരെഴുതിയതായാലും ഈ ജാതകം നമ്മുടെ കുട്ടിക്ക് ചേരില്ല, നമ്മുടെ കുട്ടിക്ക് എന്നല്ല ഒരു രാശിക്കും ഈ ജാതകം ചേരില്ല എന്ന് ജ്യോത്സ്യർ പറയുന്നത് കേട്ട് എടാ, നല്ല ജാതകം എഴുതാൻ പറഞ്ഞിട്ടല്ലേ നമ്മൾ അയാൾക്ക് കാശ് കൊടുത്തത് എന്ന് സുധീഷ് പറയുമ്പോൾ അയാൾ വെറുതെ വരട്ടാൻ നിന്നിട്ടല്ലേ എന്ന് ഹരീഷും പറയുന്നുണ്ട്. ആരാടെ ജാതകം എഴുതിയത് എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ പറഞ്ഞു സദാശിവ പണിക്കർ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഇല്ലെങ്കിലും ഇപ്പോൾ ശരിക്കുള്ള ജാതകം എഴുതുന്നവരൊക്കെ കുറവല്ലേ, ഇപ്പൊ മുഴുവൻ കമ്പ്യൂട്ടർ ജാതകല്ലേ. പണിക്കർക്കൊരു വെങ്കിടാചലപതി സ്വാമി അറിയാവോ, ഫേമസ് ആസ്ട്രോളജർ ആയിരുന്നു എന്ന് അച്ഛൻ പറയുമ്പോൾ മരിച്ചുപോയ വെങ്കി സ്വാമിയാണോ എന്ന് ജ്യോത്സ്യർ ചോദിക്കുമ്പോൾ അത് തന്നെ, ഇവന്റെ ജാതകം എഴുതിയത് അദ്ദേഹമാണ് എന്ന് അച്ഛൻ പറയുമ്പോൾ അപ്പോൾ സുഭാഷ് ഏട്ടന് ജാതകം ഉണ്ടോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് ജാതകം എഴുതാൻ 100 രൂപ വാങ്ങിക്കുന്ന ആളാ ഇവർ. ഇന്നലെ ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നില്ല. യു ജസ്റ്റ് വെയിറ്റ്, ഐ വിൽ കം ബാക്ക് എന്ന് പറഞ്ഞ് അച്ഛൻ മുറിയിലേക്ക് പോയി തൻ്റെ ഒരു പഴയ പെട്ടി തുറന്ന് അതിൽ നിന്നും ഒരു ജാതകം എടുത്ത് വരുന്നുണ്ട്. അച്ഛൻ ജാതകം പണിക്കരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും അദ്ദേഹം പെൺകുട്ടിയുടെ ജാതകമായി ഒത്തുനോക്കുന്നുണ്ട്. ഇതെന്തായാലും ശരിയാവില്ല, നമ്മുടെ പെൺകുട്ടിക്ക് ഈ ജാതകം ചേരില്ല, നമുക്ക് വേറെ പയ്യനെ നോക്കാം എന്ന് പണിക്കർ പറയുമ്പോൾ എല്ലാവരും ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞില്ലേ ജാതകം ഒക്കുന്നില്ലെങ്കിൽ ഇത് നടക്കില്ലാന്ന് എന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറയുമ്പോൾ എങ്കിൽ പിന്നെ ജാതകം വാങ്ങിക്കൊണ്ട് പോയി വീട്ടിൽ നിന്ന് നോക്കിയാൽ മതിയായിരുന്നു എന്ന് നിധിയും പറയുന്നുണ്ട്. അല്ല, ഇവിടെ വന്നത് കൊണ്ടല്ലേ വീട് കാണാനും വീടിൻ്റെ വാസ്തു മനസ്സിലാക്കാനും പിന്നെ ഇപ്പോൾ ഒറിജിനൽ ജാതകം കിട്ടാനൊക്കെ ഇടയായത്. ഈ ഒറിജിനൽ ജാതകത്തിനും പ്രശ്നമുണ്ടോ പണിക്കരെ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിങ്ങൾ കാണിച്ച ജാതകത്തിന് ഒരുപാട് പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഈ ജാതകത്തിലെ സ്ത്രീ വാഴില്ല എന്ന് പണിക്കർ പറയുന്നത് കേട്ട് ഓ, അതുകൊണ്ടാണോ കല്യാണം നടക്കാത്തത് എന്ന് ബ്രോക്കറും പറയുന്നുണ്ട്. ഈ ജാതകക്കാരനെ സ്ത്രീ വാഴില്ല, ഇയാളുടെ ജാതകപ്രകാരം ഇയാളിരിക്കുന്ന വീട്ടിലെ സ്ത്രീ വന്ന് വാഴും ചെയ്യില്ല എന്നൊക്കെ പണിക്കർ പറയുന്നത് കേട്ട് ഓ, അപ്പം എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഇല്ലാത്തതിൻ്റെ കാരണം ഇവനാണല്ലേ എന്ന് അച്ഛൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ദേ, അനാവശ്യമൊന്നും പറയാൻ നിൽക്കല്ലേ, എൻ്റെ കല്യാണം കഴിഞ്ഞതാ, എൻ്റെ ഭാര്യ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ജാതക പ്രകാരമുള്ള കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എങ്കിൽ ശരി എന്ന് പറഞ്ഞ് പണിക്കരും പെൺവീട്ടുകാരും അവരോട് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. ഇത്രയും കാലം ഇവൻ്റെ കല്യാണം എന്താ നടക്കാത്തത് എന്ന ചിന്തയിലായിരുന്നു ഞാൻ, ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. ഒറിജിനൽ ജാതകമോ ശരിയല്ല, കാശ് കൊടുത്ത് ജാതകം എഴുതിക്കുമ്പോൾ അതെങ്കിലും നന്നായി എഴുതിച്ചൂടെ എന്ന് അച്ഛൻ പറയുമ്പോൾ വെറുതെ പെണ്ണ് കാണാൻ നടന്നോളും ആളെ മെനക്കെടുത്താൻ എന്ന് അച്ഛൻ വഴക്ക് പറയുമ്പോൾ ഒരവസരം വന്നപ്പോൾ അയാളും കയറി കൊത്താൻ തുടങ്ങി എന്ന് അച്ഛനോടായി സുധീഷും പറയുന്നുണ്ട്. ദേ, ഈ ജാതകം ഗീതകം എന്നൊന്നും പറഞ്ഞ് നടക്കുന്നവരുടെ അടുത്ത് പെണ്ണ് നോക്കാൻ പോകരുത് സുഭാഷ് ഏട്ടാ, ഇതിലിപ്പോൾ മനസ്സിലെടുക്കാൻ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല എന്ന് സുധീഷ് പറയുമ്പോൾ ഈ പെണ്ണ് കാണാൻ വരുമ്പോഴേക്ക് ജാതകം നോക്കാൻ ആളെയും കൊണ്ട് നടക്കുന്നവരാണ് ഇവരെന്ന് ഞാൻ ചിന്തിച്ചില്ല. പെൺവീട്ടുകാർ ചെറുക്കൻ്റെ വീട് കാണാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ആൾക്കാരാണെന്നാണ് കരുതിയത്, ഇത് ഇത്തരക്കാരാണെന്ന് ആരെങ്കിലും കരുതിയോ എന്ന് നിധിയും പറയുന്നുണ്ട്. അത് ശരിയാ, വന്നപ്പോൾ തന്നെ ആ കാറിൽ നിന്ന് ഇറങ്ങാൻ സമയം നോക്കിയത് കണ്ടപ്പോഴേ വട്ടു ഫാമിലിയാണെന്ന് മനസ്സിലാക്കി തിരിച്ചുവിടേണ്ടതായിരുന്നു. എങ്ങനെയും കല്യാണം നടന്നിരുന്നെങ്കിൽ സുഭാഷ് ഏട്ടൻ്റെ ഗതി എന്താവായിരുന്നു എന്ന് ഹരീഷ് പറയുമ്പോൾ അത് ശരിയാ, രക്ഷപ്പെട്ടൊന്ന് കരുതിയാൽ മതി സുഭാഷ് ഏട്ടാ, വിഷമിക്കൊന്നും വേണ്ട എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടനൊന്നും ഇടാതെ തലയും കുനിച്ചിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണം ഞങ്ങളാ, ഇങ്ങനെ ഒരു ഫാമിലി ആയിരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല എന്ന് സുധീഷ് വീണ്ടും പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ എഴുന്നേറ്റ് റൂമിലേക്ക് പോകുന്നുണ്ട്. സുഭാഷ് ഏട്ടനെ വിളിക്കേണ്ടിയിരുന്നില്ല, നമ്മൾ സംസാരിച്ചാൽ മതിയായിരുന്നു എന്ന് നിധി പറയുമ്പോൾ
അത് ശരിയാ, സുഭാഷ് ഏട്ടന് നല്ലോണം ഹേർട്ടായിട്ടുണ്ട് എന്ന് നികേഷും പറയുന്നുണ്ട്. അതൊക്കെ ശരിയായിക്കോളൂടാ, നമ്മുടെ ഏട്ടനല്ലേ, നമുക്കറിയുന്നതല്ലേ. എന്നാലോ പണിക്കരെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. അയാളുടെ ഒരു കവടിയും രാശിയും അടിച്ച് ശരിയാക്കാൻ വേണ്ടേ എന്ന് സുധീഷും പറയുന്നുണ്ട്. അകത്ത് പണിക്കർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻഷനോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുഭാഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും